ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ സമയത്ത് തന്നെ ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പ്രതികരിക്കണം തോന്നി. അങ്ങനെ ഞാൻ വീഡിയോയിൽ വന്നത്. അപ്പോൾ പ്രതികരിക്കേണ്ട വിഷയമായതുകൊണ്ട് ഞാൻ പ്രതികരിക്കേണ്ട വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. കൂടെ നിങ്ങളോട് പറയാണ്, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനായിട്ട് പറ്റില്ല, നമുക്ക് വേറൊരു വീടെടുത്ത് താമസിക്കാം, നിങ്ങൾ നിങ്ങളുടെ ഉമ്മാനെ വന്ന് കണ്ടോളും, നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റേഴ്സിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്തോളും, പക്ഷേ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അവരുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു വീടെടുത്ത് താമസിപ്പിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങളുടെ ഉമ്മമാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സൊക്കെ നിങ്ങളെ മുന്നിൽ ഭയങ്കര സ്നേഹപ്രകടനവും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ കണ്ടല്ലോ, നല്ല സുഖത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന ചെക്കന്മാരെയും വീട്ടുകാരെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഒരു താത്ത ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ താത്താൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കുന്നു. ഞങ്ങളാണ് ഞാൻ വന്നത്. അപ്പോൾ താത്താവിടെ എനിക്കാണ് ചോദ്യങ്ങൾ ചോദിക്കാണ്ട് അതിന് ഉത്തരം താത്ത തരണം. അപ്പോൾ ഫസ്റ്റ് ടൈം താത്ത പറഞ്ഞ് വൈഫ് എന്തെങ്കിലും പറഞ്ഞിട്ട് വീട് മാറണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ വീട് മാറുന്നൊക്കെ താത്ത പറഞ്ഞത്. താത്ത എന്താണ് പറയാൻ കാരണം എനിക്കറിയില്ല. താത്താൻ്റെ അനുഭവം കൊണ്ടാണ് താത്ത അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ താത്ത ഒരുപാട് അനുഭവിച്ചേക്കും. അതുകൊണ്ടായിരിക്കും താത്ത അങ്ങനെ പറയാൻ കാരണം. ഞാൻ ഈ കയറി വന്ന പെൺകുട്ടികളിലെ സ്വന്തം ഉമ്മയെ കാണുന്നമാർക്ക് ഭർത്താവിൻ്റെ ഉമ്മയെ കാണാത്തപ്പോഴാണ് പ്രശ്നമുള്ളത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല. സ്വന്തം ഉമ്മയോ ഉപ്പയോ മാർക്ക് നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും കാണുമ്പോൾ അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കാണാത്ത സ്ഥിതിക്ക്, അതായത് ഭർത്താവും ഭാര്യയും മാത്രം ഞങ്ങളെ ലോകത്ത് ഞങ്ങൾ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട്, ചില പെണ്ണുങ്ങളുണ്ട്. എനിക്കറിയാം, പലരും എനിക്കറിയാം. അപ്പം അങ്ങനെ ആവുന്ന ആൾക്കാരാണ് നമുക്ക് വീട് മാറണം എന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വരുന്നത്. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെ മകനെ ഇതേമാർക്ക് കല്യാണത്തിന് മുമ്പ് നിങ്ങൾ ഒരു വീട് വെച്ചിട്ട് നിങ്ങളെ മകനെയും വൈഫിനെ അയക്ക് മാറ്റുമോ? അല്ല, ഞാൻ ചോദിക്കണം താത്താനോട്. നിങ്ങൾ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ വീടൊക്കെ വെച്ച് വേറൊരു മകന് വീട് വെച്ച് എന്നിട്ട് കല്യാണം ആ വീട്ടിൽ വെച്ചിട്ട് നടത്തിയിട്ട് ആ മകനെയും വൈഫിനും അവിടെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ വേറെ താമസിക്കാൻ പോരുമോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ കുത്തിത്തിരിപ്പില്ലേ, അതാണ് സംഭവം. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, ആളുകളിൽ എന്തൊക്കെയോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, വ്യൂസിന് വേണ്ടി എന്തൊക്കെയോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാകുമ്പം ഇപ്പോൾ ഈ പെൺമക്കൾ കയറി വരുന്ന സമയത്ത് സ്വന്തം വീടുമാർക്ക് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. അത് കാണാത്ത വീട്ടിലാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ സ്വന്തം വീടുമാർക്ക് ചില പെൺകുട്ടിക്ക് കാണാൻ പറ്റുന്നില്ല. ചില പെൺകുട്ടിയൊക്കെ നല്ല ഞാനും എൻ്റെ ഭർത്താവും മാത്രം മതി, ഞങ്ങളുടെ ലൈഫിലേക്ക് ഉമ്മയോ ഒപ്പയോ അനിയനോ പെങ്ങളോ ആരും കയറി വരണ്ട എന്നുള്ളൊരു ധാരണയുള്ള കുറച്ച് പെൺകുട്ടികളുണ്ട്. അവർ ലൈഫിലാണ് ഇതേമാർക്ക് നാളെ പിറ്റേന്ന് വാടക വീട് എടുക്കണം പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കണം. അവർക്ക് നിങ്ങളൊരു സപ്പോർട്ടായിട്ട് ചെയ്തു പോകണം. അപ്പോൾ നിങ്ങളെ മകൻ്റെ കേസ് വരുമ്പോൾ നിങ്ങൾ ചെയ്യുമോ? ചോദിക്കണം. അപ്പോൾ നിങ്ങളുടെ മകൻ്റെ കേസ് വരുമ്പോൾ നിങ്ങൾ കല്യാണത്തിന് മുമ്പ് ഒരു മകന് വീടൊക്കെ വെച്ചിട്ട് മകനെയും വൈഫിനും നിങ്ങൾ താമസിക്കുമോ? പക്ഷെ നിങ്ങൾക്ക് താമസിക്കേണ്ടില്ല. കാരണം നിങ്ങളെ വീഡിയോ ചെയ്തുകൊണ്ട് നാളെ നിങ്ങളോട് ചോദിക്കും ആൾക്കാർ, നിങ്ങൾ ഞങ്ങൾ പണ്ടെന്ന് നിങ്ങൾ ചെയ്യാത്തതെന്ന്. അത് ചോദിക്കുമ്പോൾ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെങ്ങൾ ചെയ്യേണ്ടി വരും. എല്ലാവരും അങ്ങനെയല്ല. ഈ കയറി വരുന്ന പെൺകുട്ടികൾ സ്വന്തം വീടുമാർക്ക് കാണാത്ത വീട്ടിലാണ് ഈ പ്രശ്നം നടക്കുന്നത്. അല്ലാത്ത വീട്ടിൽ പ്രശ്നമല്ല. അങ്ങനെ കാണുമ്പോൾ പ്രശ്നമുള്ളൂ, അങ്ങനെ കാണാതെ നിൽക്കുമ്പോൾ പ്രശ്നം. എന്നാൽ ചിലരും പലപ്പോൾ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അവരുടെ ലൈഫിൽ ഭർത്താവും ഭാര്യയും മാത്രമാണെന്ന ചിന്തയുള്ള പല ആൾക്കാരുണ്ട്. അവരുടെ ലൈഫിലാണ് ഈ പ്രശ്നം വരുന്നത്. അവർക്കാണ് വന്ന പിറ്റേന്ന് തന്നെ വാടക കൊടുക്കണം, അല്ലെങ്കിൽ ഫ്ലാറ്റിക്ക് മാറണം, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സമയത്ത് എനിക്ക് പ്രതികരിക്കണം തോന്നി. കാരണം എന്തൊക്കെയോ താത്താൻ്റെ ഉള്ളിലെ വിഷമാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ താത്തനെ കുട്ടി മണ്ടുമല്ല, താത്ത ഞങ്ങൾക്ക് ഒരുപാട് അനുഭവിച്ചേക്കും. അതുകൊണ്ട് താത്ത ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.